രാഹുൽ ഗാന്ധി വീണ്ടും വോട്ട് ചോരി ആരോപണവുമായി ഇന്ന് വാർത്താ സമ്മേളനം നടത്തി. കർണാടകയിലും മറ്റു ചില സംസ്ഥാനങ്ങളിലും നടന്ന വോട്ടർ പട്ടിക ക്രമക്കേടിനെ കുറിച്ച് വിശദമായി പറഞ്ഞെങ്കിലും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതൊന്നും കണ്ടതായോ കേട്ടതായോ നടിക്കുന്നില്ല. എല്ലാ ആരോപണങ്ങളെയും തള്ളി ആദ്യമൊരു വാർത്താ സമ്മേളനം നടത്തിയതൊഴിച്ചാൽ മൗനമാണ് ഇപ്പോൾ കമ്മീഷന്റെ ഔദ്യോഗികമായ മറുപടി. ഇന്നത്തെ പ്രൈം സ്റ്റോറി: വോട്ടിന്റെ വിശ്വാസ്യത ചോരുമ്പോൾ കമ്മീഷൻ മിണ്ടാത്തതെന്ത്? നാളെയാണ് ബീഹാറിൽ ഒന്നാം ഘട്ട തെരഞ്ഞെടുപ്പ്. അതുകൊണ്ടുകൂടിയാവണം വോട്ട് ചോരി വെളിപ്പെടുത്തൽ പരമ്പരയിലെ അടുത്ത ഘട്ടം രാഹുൽ ഗാന്ധി ഇന്ന് നടത്തിയത്. ആറ്റം ബോംബിനേക്കാൾ വലിയ ഹൈഡ്രജൻ ബോംബുണ്ടെന്നൊക്കെ നേരത്തെ പറഞ്ഞിരുന്നുവെങ്കിലും ഇന്ന് എച്ച് ഫയൽസ് ആണ് അവതരിപ്പിച്ചത്. എച്ച് ഫയൽസ് എന്നാൽ ഹരിയാന തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. 25 lakh such records in Haryana. You're absolutely sure she's not from Haryana? Okay, but she votes 22 times in Haryana. And she votes in 10 different booths in Haryana. And she's got multiple names. 25 lakh. We have crystal clear proof that they're fake. That they either don't exist, or they're duplicate, or they're designed in a way for anybody to vote. 2 crore total voters. Vote chori of 25 lakhs. That means 1 in 8 voters in Haryana are fake. That's 12.5%. And despite all this, the Congress party loses by 22,000 votes. 8-1 വോട്ട് കള്ളവോട്ടാണ് എന്നാണ് രാഹുൽ ഗാന്ധി ഇന്ന് ഡൽഹിയിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത്. 1-2 25 ലക്ഷം കള്ളവോട്ട് നടന്നുവെന്നാണ് രാഹുൽ ഗാന്ധിയുടെ ആരോപണം. ഇത്രയും വലിയ അട്ടിമറി നടന്നതുകൊണ്ടാണ് ഹരിയാനയിൽ അഭിപ്രായ സർവേകളെല്ലാം കോൺഗ്രസിന് വിജയം പ്രവചിച്ചിട്ടും അവസാനം തോറ്റതെന്നും രാഹുൽ ഗാന്ധി സമർത്ഥിക്കാൻ ശ്രമിക്കുന്നു. 22,779 വോട്ടുകൾക്കാണ് ഹരിയാനയിൽ കോൺഗ്രസിന് ഭരണം നഷ്ടപ്പെട്ടതെന്നാണ് രാഹുൽ ഗാന്ധി പറയുന്നത്. 5.21 ലക്ഷം ഡ്യൂപ്ലിക്കേറ്റ് വോട്ടർമാരുണ്ടെന്നാണ് കോൺഗ്രസിന്റെ കണ്ടെത്തൽ. 93,174 പേർക്ക് വിലാസമേ ഇല്ല. തീർന്നില്ല, 1,24,177 തിരിച്ചറിയൽ കാർഡുകളിൽ വ്യാജ ചിത്രങ്ങളാണെന്നും രാഹുൽ ഗാന്ധി ആരോപിച്ചു. ഒരു വോട്ടർ ഐ ഡിയിൽ ഒരാൾക്ക് ഒരു മണ്ഡലത്തിൽ മാത്രം 100 വോട്ടുകൾ ഉള്ളതായും ഹരിയാനയിലെ 2 പോളിംഗ് ബൂത്തുകളിൽ 223 വോട്ടുകൾക്ക് ഒരേ ഫോട്ടോ ആണ് ഉപയോഗിച്ചിട്ടുള്ളതെന്നും രാഹുൽ ഗാന്ധി ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു. Whose name we don't know, whose age we don't know, but we know she occurs 223 times in 2 booths. In the Lok Sabha election, she was there 223 times in 1 booth. And then they decided to split it into 2 booths. So this is the reason Election Commission destroys CCTV footage. Because multiple times, the same person has the opportunity to vote. And this is not one example, this is the worst example. There are thousands and thousands and thousands of examples like this in Haryana. ബ്രസീലിലെ മോഡൽ മാത്യൂസ് പെററോയ്ക്ക് ഹരിയാനയിലെ വോട്ടർ പട്ടികയിൽ എന്താണ് കാര്യം? അവരുടെ ചിത്രമാണ് പട്ടികയിൽ ഉള്ളതെന്നാണ് കോൺഗ്രസിന്റെ കണ്ടെത്തൽ. ഈ ചിത്രവുമായി സീമ, സ്വീറ്റി, സരസ്വതി എന്നീ പേരുകളിൽ 22 തവണ വോട്ട് ചെയ്തുവെന്നാണ് ആരോപണം. If Congress party has not filed even a single case of any fraud or any act of violation of election rules, they should file the petition. If there is not a single petition made by the Congress party is there with the authorities, what audacity Rahul Gandhi has. And after so many months talking about an election which is convincingly people's mandate have been given to BJP. So it is his press address itself is a fraudulent act. എന്നാൽ താൻ കേസുകൊട്, അതാണ് കേന്ദ്ര സർക്കാരിന്റെ നിലപാട്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എല്ലാ ആരോപണങ്ങളും നിഷേധിക്കുകയാണ്. ഇതൊന്നും ഇനി പറഞ്ഞിട്ട് കാര്യമില്ല, അന്ന് പറയണമായിരുന്നുവെന്നാണ് കമ്മീഷന്റെ നിലപാട്. ഇത്ര നഗ്നമായി വോട്ടെടുപ്പ് പ്രക്രിയ അട്ടിമറിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമ്മീഷന് ഇങ്ങനെ ഒഴുക്കൻ മട്ടിൽ മറുപടി പറഞ്ഞ് പോകാൻ കഴിയില്ല. തെളിവ് എവിടെയെന്ന് ചോദിക്കുന്ന കമ്മീഷന് മുന്നിലേക്ക് രാഹുൽ ഗാന്ധി ചൂണ്ടിക്കാണിക്കുന്നത് മറ്റൊരു കാര്യമാണ്: കേരളത്തിലെ BJP നേതാവായ ബി ഗോപാലകൃഷ്ണന്റെ വാക്കുകൾ. Listen to this. അതിനകത്ത് യാതൊരു സംശയവുമില്ല, ജയിക്കാൻ വേണ്ടി വ്യാപകമായി ഞങ്ങൾ വോട്ട് ചേർക്കും. ഞങ്ങൾ ജയിക്കാൻ ഉദ്ദേശിച്ച മണ്ഡലങ്ങളിൽ ഞങ്ങൾ ജമ്മു കാശ്മീരിൽ നിന്നും ആൾക്കാരെ കൊണ്ടുവന്ന് 1 വർഷം താമസിപ്പിച്ച് വോട്ട് ചെയ്യിപ്പിക്കും. ഒരു സംശയമില്ല. He's saying it. He knows it.
and we've proved it. ഒരു BJP നേതാവ് തന്നെ ഇത്തരത്തിൽ ഒരാളെ കൊണ്ടുവന്ന് താമസിപ്പിച്ച് ജയിക്കാൻ വേണ്ടി വോട്ട് ചെയ്യിക്കും, ഇത്തരത്തിൽ അധികം വോട്ടുകൾ ചെയ്യിക്കും എന്ന് പറയുന്നതിനെയാണ് രാഹുൽ ഗാന്ധി ഒരു തെളിവായി ചൂണ്ടിക്കാണിക്കുന്നത്. ഇതെല്ലാം പറയുമ്പോഴും കോൺഗ്രസിനോട് ചോദിക്കാൻ ഒരു ചോദ്യമുണ്ട്. ഇപ്പോൾ രാഹുൽ ഗാന്ധി ഉന്നയിക്കുന്ന ആരോപണങ്ങൾക്ക് അടിസ്ഥാനമായ വോട്ടർ പട്ടിക ഹരിയാനയിൽ കോൺഗ്രസ് നേതാക്കളോ പ്രവർത്തകരോ ആരും തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ കണ്ടതേയില്ലേ? വോട്ടിരട്ടിപ്പും ബ്രസീൽ മോഡലും ഒക്കെ എങ്ങനെയാണ് പ്രാദേശിക നേതാക്കളുടെ പോലും കണ്ണിൽ പെടാതെ പോയത്?